കണ്ണും മനസ്സും വയറും നിറച്ചുകൊണ്ടുള്ള ഷെറാട്ടൺ ബ്രേക്ക്ഫാസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഒരു ഇന്തോനേഷ്യൻ സ്റ്റൈൽ ഡിഷാണ്. അടുത്ത സോസേജ് പ്രേമികൾക്കായിട്ട് ബീഫ് സോസേജും ചിക്കൻ സോസേജും ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒപ്പം കഴിക്കാനായിട്ട് പലതരത്തിലുള്ള സോസും കെച്ചപ്പ് എല്ലാം വച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ ആ ഒരു വെറൈറ്റിയാണ്. ഇനി നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങളെയും ഷെറാട്ടൺ നിരാശരാക്കില്ല. ഈ കാണുന്നത് സുക്കിനിയും എഗ് പ്ലാന്റും വച്ചിട്ടുള്ള ഒരു ഗ്രിൽഡ് ഐറ്റമാണ്. വെജിറ്റേറിയൻ ഡിഷാണ് ഇത്. കോണും ബട്ടറും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി നല്ല ചൂട് പറക്കുന്ന ആവി പറക്കുന്ന ഒരു ഡിഷാണ്. ഇന്തോനേഷ്യൻ ഡിഷുകൾ എന്ന് പറയുമ്പോൾ പല ഭാഗത്തു നിന്നുള്ള ഡിഷുകൾ വച്ചിട്ടുണ്ട്. ടെമ്പെ മെൻഡോൻ എന്ന് പേരുള്ള ഈ ഡിഷ് സെൻട്രൽ ജാവയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള വിഭവമാണ്. സോയാബീൻ്റെ ഫ്രൈ ചെയ്ത ഒരു കേക്കാണിത്. നോൺ വെജുകാർ ഇതെല്ലാം കണ്ട് നിരാശരാവേണ്ട. നിങ്ങൾക്കുള്ള ഡിഷാണ് ഈ ഇരിക്കുന്നത്. കൊറിയാൻഡർ ഫ്രൈഡ് ചിക്കൻ. നമ്മുടെ നാട്ടിലെ ഒരു ചിക്കൻ ഫ്രൈഡ്, ഒരു നാടൻ ചിക്കൻ ഫ്രൈഡ് ലുക്കൊക്കെ ഇതിനുണ്ട്. ലാലാപാൻ എന്ന് പേരുള്ള ഇത് ഒരു ഇന്തോനേഷ്യൻ ഡിഷാണ്. ഇതിൻ്റെ എല്ലാം ഒപ്പം കഴിക്കാനായിട്ട് പലതരത്തിലുള്ള ചട്നീസ്, സാമ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പലതരത്തിലുള്ള ഇന്തോനേഷ്യൻ ചട്നീസും ഇവിടെ വച്ചിട്ടുണ്ട്. അതും ഒന്നും രണ്ടുമല്ല, 4-5 വെറൈറ്റി സാമ്പലാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ടു നിറഞ്ഞെങ്കിൽ നമുക്കിനി ഫ്രൂട്ട് സെഷനിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ ഉള്ള പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം, നല്ല ചെറിയ വാഴപ്പഴം ഉൾപ്പെടെ എല്ലാം ഇവിടെ വച്ചിട്ടുണ്ട്. പേരയ്ക്ക ഒരു ബുഫയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത സാധനമാണ് പേരയ്ക്ക. കൂടാതെ പൈനാപ്പിൾ, ആപ്പിൾ, മസ്ക് മെലൺ, പപ്പായ എന്ന് വേണ്ട എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസായിട്ടാണ് കുടിക്കേണ്ടതെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഉണ്ട്, പോമഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ട്, മാംഗോ ജ്യൂസ് ഉണ്ട്. ഇനി എഗ് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ 5 തരത്തിൽ എഗ് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു ലൈവ് കൗണ്ടറും ഷെറാട്ടണിലുണ്ട്. അതിൽ നിന്ന് പടം നോക്കി ഭംഗിയുള്ള ഒരു എഗ് വെറൈറ്റി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബേക്കൺ വേണമെന്നുള്ളവർക്ക് ബേക്കൺ ഡിഷും ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് വേണോ ടേസ്റ്റ് ചെയ്യാം, എത്ര വേണോ ടേസ്റ്റ് ചെയ്യാം. ഇനി സാലഡ് സെഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവിടെയും പേരറിയാത്ത ഒരുപാട് ലീഫി വെജിറ്റബിൾസും പേരറിയാത്ത ടൈപ്പ് ചീസ്, മൊസറല്ല, പാർമേസൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചീസുകളും ഒക്കെ ഉണ്ടായിരുന്നു. യോഗേർട്ട് പ്രേമിയാണെങ്കിൽ പല ഫ്ലേവറിലുള്ള സ്ട്രോബെറിയും വാനിലയും അങ്ങനെ പല ഫ്ലേവറിലുള്ള യോഗേർട്സും ഉണ്ടായിരുന്നു. ഇനി കുറച്ച് മധുരം കഴിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മഫിനുണ്ട്, കേക്കുണ്ട്, ബനാന കേക്ക് പോലത്തെ കേക്കുകളുണ്ട്, ഫ്രൂട്ട് ടാർട്ട് പോലുള്ള ടാർട്ട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും നടന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ട്രൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതേ കണ്ടോളൂ. ഇച്ചിരി നൂഡിൽസും നേരത്തെ നമ്മൾ കണ്ട സോയാബീൻ ഫ്രൈഡ് കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ പീസും, ഒരു ചെറിയ ചിക്കനും, കുറച്ച് സലാഡും, ആ 4 വെറൈറ്റി സാമ്പിൾസുമാണ് ഞാൻ എടുത്തിരുന്നത്. മധുരത്തിന് വേണ്ടി ഒരു ഡാനിഷ് പേസ്ട്രിയും ഒരു ചീസ് ബണ്ണും ഒരു സാൻഡ്വിച്ചിന് വേണ്ടി ഒരു ബ്രെഡും ഒക്കെയാണ് എടുത്തത്. ജ്യൂസ് ഐറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ലൈവ് കൗണ്ടറിൽ നിന്ന് ഓർഡർ ചെയ്ത ആ എഗ്ഗിൻ്റെ ഡിഷാണ് ഈ കാണുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് എനിക്ക് സ്പെഷ്യലായിട്ട് പാൻ കേക്കിൽ ഐസ്ക്രീമൊക്കെ വെച്ച് സ്ട്രോബെറി ഒക്കെ ഇട്ട് ഒരു അടിപൊളി ഡിഷും തന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളുടെ റേറ്റിംഗ് എത്രയാണ്?